കഴിഞ്ഞ ദിവസം റിയാസ് സലീം തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറിയിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിന്ദൂറിനെ പറ്റിയാണ്. നമ്മുടെ ഇന്ത്യയെ പാകിസ്ഥാനിൽ നടത്തിയ ഒരു അറ്റാക്കിനെ പറ്റിയാണ്. അവിടെയും കുറേ അധികം ജീവനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഈ വാറ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എത്ര പേര് പാവപ്പെട്ടവരുടെ ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞൊരു ഫേക്കായിട്ടുള്ള ന്യൂസ് സോഷ്യൽ മീഡിയയിൽ പടരുന്നുണ്ടായിരുന്നു. ആ ഒരു ന്യൂസ് എടുത്താണ് സ്റ്റോറി ഇട്ടിട്ട് ഷെയിം ഓൺ ദ കൺട്രി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ റിയാസിനെതിരെ കമൻസും അതുപോലെ തന്നെ ട്രോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നും അറിയാതെ തന്നെ ഇങ്ങനത്തുള്ള കാര്യങ്ങളിൽ ഡയലോഗ് അടിക്കാൻ നിൽക്കുന്ന എന്തിനാണെന്നുള്ള ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ, ആ ഒരു അറ്റാക്ക് നടന്ന സമയത്ത് തന്നെയാണ് മമ്മൂക്ക ഉണ്ടെങ്കിൽ നമ്മുടെ ജവാന്മാരെ റിയൽ സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഈ മമ്മൂക്കയെ കണ്ട പഠിക്ക്, അദ്ദേഹമൊക്കെ ഇട്ടേക്കുന്നുണ്ടില്ല, നമ്മുടെ സോൾജേഴ്സിന്, നമ്മുടെ നാടിനെ റെസ്പെക്റ്റ് ചെയ്യാൻ നീ പഠിക്കുക, അല്ലാതെ ഇങ്ങനത്തെ ഫേക്കായിട്ടുള്ള എവിടെയെങ്കിലും കണ്ടത് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതേ കണക്ക് സ്റ്റോറി ഇട്ടിട്ട് ഷെയിം ഓൺ ദ കൺട്രി എന്ന് പറയുന്നത് നിനക്ക് നാണമില്ലേ എന്ന് പറഞ്ഞ് കുറേയധികം നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും ഫുള്ളായിട്ട് സോഷ്യൽ മീഡിയയിൽ റിയാസിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു അറ്റാക്കൊക്കെ നടന്ന് ഇന്ത്യ തിരിച്ചടിച്ച സമയത്താണ് നമ്മുടെ മമ്മൂട്ടി ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായത്, റിയൽ സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞ്. അത് നമ്മുടെ ഇന്ത്യൻ സോൾജേഴ്സിനെയായിരുന്നു അത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സംഭവം കഴിഞ്ഞ് റിയാസ് ഉണ്ടെങ്കിൽ അതിന് മാപ്പോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. അവസാനം ഫേക്കാന്ന് പുള്ളിക്കാരന് മനസ്സിലായിട്ടുണ്ടായിരുന്നു, ഈ ഒരു ന്യൂസ് ഫേക്കാണ് എന്നുള്ള കാര്യം. ഇപ്പോൾ ആ ഒരു ഫേക്കായിട്ടുള്ള സ്റ്റോറി ആ പുള്ളിക്കാരെ ഇട്ടത് മുക്കിയതല്ലാതെ സോറിയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ പുള്ളിക്കാരൻ്റെ ഒരു പോസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് കുറേയധികം പേര് ശ്രമിക്കുന്നുണ്ട്, ഇത് കണക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കാല് മാറുക എന്ന് പറയത്തില്ലേ, ആ കാല് മാറ്റമാണോ ഓന്ത് പോലും ഇങ്ങനെ നിറം മാറത്തില്ല, അങ്ങനത്തെ നിറം മാറ്റമായിരുന്നു റിയാസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2-3 സ്റ്റോറീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ സീസ് ഫയറൊക്കെ നമ്മളെല്ലാവരും ഒപ്പിട്ടതിന് ശേഷവും അത് കഴിഞ്ഞതിന് ശേഷം ഇനി ഒന്നും ചെയ്യില്ല, അറ്റാക്ക് നടത്തത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതിനെപ്പറ്റി ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് ഷെയിംഫുൾ എന്ന് പറഞ്ഞാൽ അതിനെതിരെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് പുള്ളിക്കാരൻ ശ്രമിച്ച ഈ ഒരു സമയത്ത് തനിക്കെതിരെ കുറേയധികം നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. ഇതെങ്ങനെയെങ്കിലും മാറ്റണം, ഇതിനെങ്ങനെയെങ്കിലും കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കുള്ള നെഗറ്റീവ് മാറുമെന്ന് വിചാരിച്ചാണ് പുള്ളിക്കാരൻ അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടത്. പക്ഷെ കാര്യമില്ല, എന്നിട്ട് പോലും റിയാസിനെതിരെ മാരകമായിട്ടുള്ള നെഗറ്റീവുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രമാത്രം നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ റിയാസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അത്രമാത്രം നെഗറ്റീവ്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യങ്ങൾ തിരക്കാതെ ഒന്നും തന്നെ ആ ഒരു സ്റ്റോറി എടുത്ത് വെച്ചിട്ട് നമ്മുടെ കൺട്രി ഷെയിംഫുൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റോറി ഇടുക എന്ന് പറയുമ്പോഴത്തേന് ഒന്ന് ചിന്തിക്കണം ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്. ഈ ഒരു ഇഷ്യൂ നടന്നതിന് ശേഷം ഒരു യുവതി ഉണ്ടെങ്കിൽ ഈ ഒരു ഇട്ട സ്റ്റോറിയൊക്കെ പുള്ളിക്കാരൻ ഡിലീറ്റ് ചെയ്തെങ്കിലും സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് ആ ഒരു യുവതി കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റിയാസിൻ്റെ പേരിൽ, ഇങ്ങനെ ചെയ്തതിൻ്റെ പേര്. അതുകൊണ്ട് തന്നെ കേസും കാര്യങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് അറിഞ്ഞതും റിയാസ് അതുകൊണ്ടാണ് പെട്ടെന്ന് കാല് മാറിയത്, രാവിലെ വേറെ സ്റ്റോറി ഇട്ടതും അതുപോലെ തന്നെ ഇങ്ങനത്തുള്ള എല്ലാവരെയും ഞാൻ പറഞ്ഞത് വളച്ചൊടിക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ള പറഞ്ഞൊക്കെ ഒരുമാതിരി എന്താ പറയുക ക്ഷമ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ഇന്ന് രാവിലെ ഇട്ടത്. ക്ഷമ ചോദിച്ചുകൊണ്ടല്ല, ഞാൻ പറഞ്ഞത് വളച്ചൊടിച്ചു എന്നാണ് പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പം മറ്റേ ഇഷ്യൂ ആവോ, FIR ഒക്കെ എഴുതി പുള്ളിക്കാരൻ എന്തെങ്കിലും കേസൊക്കെ വരുമോ എന്നുള്ള കാര്യമുള്ള ഒരു പേടി കൊണ്ടാണ് പുള്ളിക്കാരൻ ഈ ഒരു ക്ഷമ ചോദിക്കുന്നതിൽ എൻ്റെ വാക്ക് വളച്ചൊടിച്ചു എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത്.